ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. പിന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിൽ കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് സർബത്താണ്. ഫ്രൂട്ട്സൊക്കെ കൂടെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സർബത്താണിത്. ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് മിൽക്ക് സർബത്ത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ്. ഇതുപോലൊരു സോസ് പാനിലേക്ക് ഞാൻ 1 ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം നമുക്കിതൊരു 6 ഗ്ലാസ്സോളം സർബത്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും കേട്ടോ. ഒരു നോർമലായിട്ടുള്ള ഒരു സൈസിലുള്ള 6 ഗ്ലാസ് കിട്ടും. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ടുള്ള പാൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ പാലെടുക്കുമ്പോൾ കുറച്ച് കട്ടിക്കുള്ള പാലെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റും കാര്യങ്ങളും കിട്ടുക കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നിറയെ വനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ, ഒരു 2-3 ടേബിൾ സ്പൂൺ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കണം. ചെറിയൊരു ടേസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർക്കുന്നത്. ഒരുപാട് അങ്ങനെ തിക്കായിട്ട് സാധാരണ നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കുമല്ലോ ഫ്രൂട്ട് സലാഡിലേക്കൊക്കെ വേണ്ടിയിട്ട്, ആ രീതിയിലല്ല ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സർബത്തിന് ആ ഒരു കസ്റ്റേർഡിൻ്റെ ചെറിയൊരു ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് ചേർക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കസ്റ്റേർഡിൻ്റെ പൗഡർ ഇല്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതങ്ങനെ മസ്റ്റൊന്നല്ല, അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ആണെന്നേ ഉള്ളൂ. ഇനി ഒരു സർബത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അതല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിന്നിപ്പം കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം നമുക്ക് മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് അതല്ലെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഒരു പാല് നമ്മൾ നല്ല പോലെ തിളപ്പിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പാല് കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ. അങ്ങനെ പകുതിയാക്കൊന്നും വേണ്ട, കുറച്ചൊന്ന് വറ്റിയാൽ മതി. അപ്പോൾ അതുവരെയും നമ്മളിതിങ്ങനെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ പാട വന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇതിന് മധുരം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണോ നിങ്ങളുടെ മധുരം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഞാൻ 2-3 മിനിറ്റ് ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് റെഡ്യൂസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പാൽ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് തണുക്കണം. ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഒരു മിൽക്കിൻ്റെ മിക്സ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസിൻ്റെ ക്യൂബ്സ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ തന്നെ തണുത്തിട്ട് കുടിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുക അതിന്. അപ്പോൾ ഞാനിത് അത്യാവശ്യം നല്ല പോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് വാട്ടർ മെലോൺ പീസസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് വാട്ടർ മെലോണും കൂടെ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ് കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മാംഗോ കയ്യിലുണ്ടെങ്കിൽ മാംഗോ ചേർക്കാം, അനാറ് കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സബ്ജ സീഡ്സ് ആണ്. അത് ഞാൻ ഓൾറെഡി ഇവിടെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു സർബത്തിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇതിലേക്ക് സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ല നമ്മുടെ കയ്യിൽ ഏതെങ്കിലും സിറപ്പ് ഉണ്ടെങ്കിൽ റോസ് സിറപ്പ് ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിന്നിപ്പം സ്ട്രോബെറിയുടെ സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് മിൽക്ക് സർബത്താണിത്. നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷീണവും ദാഹമൊക്കെ മാറുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് മിൽക്ക് സർബത്താണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.